നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് പിന്നാലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിൻ്റെ പൂട്ട് വീഴുമോ? പിണറായി വിജയനും മകൾ വീണ വിജയനും എതിരെ കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ഊർജിതമാകുമെന്നുള്ള വിവരങ്ങൾക്ക് പിന്നാലെയാണിപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിംഗ്ലർ ഇടപാടിൽ നടന്നത് എന്ന വെളിപ്പെടുത്തലാണ് സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത്. സ്പ്രിംഗ്ലർ ഇടപാട് സംബന്ധിച്ച അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസികളെ സമീപിക്കാനും കോടതിയെ സമീപിക്കാനുമാണ് ഒരുങ്ങുന്നത്. സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് നിർണായകമായ രേഖകൾ തൻ്റെ പക്കലുണ്ട്. വലിയ തോതിലുള്ള അഴിമതിയാണ് നടന്നത്. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനം നടന്നിരിക്കുന്നു. അതുമാത്രവുമല്ല, മനുഷ്യജീവൻ്റെ വിശദാംശങ്ങൾ, അതായത് മനുഷ്യരുടെ ഡേറ്റ പോലും പണത്തിന് വേണ്ടി വിറ്റ വലിയ സംഭവമാണ് സ്പ്രിംഗ്ലർ ഇടപാടെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത്. നേരത്തെ NDAയുടെ ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ ഒരു ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് മാസപ്പടി വിവാദത്തിലടക്കം നിരവധി വിവാദത്തിൽ ആരോപണ വിധേയരാണ് വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും. അപ്പോൾ ഈ വീണ വിജയനെതിരെ നിലവിൽ നടക്കുന്ന മാസപ്പടി കേസിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങണം, അന്വേഷണം കാര്യക്ഷമമാകണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ സ്വർണ്ണക്കടത്തു കേസിലും ഡോളർ കടത്തു കേസിലും ലൈഫ് മിഷൻ കേസിലും മാസപ്പടി കേസിലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകണം എന്ന വലിയ ആവശ്യമാണ് NDAയുടെ ഘടകകക്ഷിയായ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വച്ചത്. ആ ആവശ്യം പരിഗണിക്കാമെന്ന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായി ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ വിജയൻ്റെ കയ്യിലേക്ക് കയ്യാമം വീഴുമെന്നുള്ള വിവരങ്ങളാണ് കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് വീണ വിജയൻ. മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകും. മാസപ്പടി കേസിൽ വീണ വിജയൻ്റെ അറസ്റ്റ് ഉണ്ടാക്കുമെന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ മറ്റൊരു വിവാദവുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്പ്രിംഗ്ലർ ഇടപാട് സംബന്ധിച്ച് സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണമൊന്നും കാര്യക്ഷമമാകുന്നില്ല. സ്പ്രിംഗ്ലർ ഇടപാട് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറും. കോടതിയിൽ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് പെറ്റീഷൻ നൽകും. ഏറ്റവും വലിയ വിവാദമാണ് സ്പ്രിംഗ്ലർ ഇടപാട് സംബന്ധിച്ച് നടന്നിട്ടുള്ളത്. മാസപ്പടിയേക്കാൾ വലിയ വിവാദമായേക്കുന്ന സാമ്പത്തിക ഇടപാടാണ് സ്പ്രിംഗ്ലർ ഇടപാടിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത് എന്നുള്ള വിവരമാണിപ്പോൾ സ്വപ്ന സുരേഷ് പങ്കുവയ്ക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് നൽകുമെന്നാണ് സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ തന്നോട് കൃത്യമായി സമ്മതിച്ചിട്ടുണ്ട്, തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും നിരവധി കാര്യങ്ങളിൽ അഴിമതിക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പല അഴിമതികളും പല കൊള്ളരുതായ്മകളും ചെയ്യാൻ ഇരുവരും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നോട് സമ്മതിച്ചിട്ടുണ്ടെന്ന് സ്വപ്ന സുരേഷ് എന്ന മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ശുഭകരമായ വാർത്തയല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും വീണ വിജയനെ സംബന്ധിച്ചും പുറത്തേക്ക് വരുന്നത്. നിരവധി കേസുകളിലെ അന്വേഷണം ഇരുവരെയും കാത്തിരിക്കുന്നുണ്ട്. മാസപ്പടി കേസിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എന്ന കമ്പനിയും വീണ വിജയനുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് CMRLലെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു വട്ടം അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം CMRLന്റെ MD ശശിധരൻ കർത്തയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അതിനിർണായകമായ നിരവധി വിവരങ്ങൾ, രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഒരിക്കൽ കൂടി CMRLലെ ഉദ്യോഗസ്ഥരെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്ത ശേഷം ലഭിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ കൂടി വച്ചുകൊണ്ടായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യുക. വീണ വിജയന് കോടികളുടെ സാമ്പത്തിക ഇടപാടിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് മാസപ്പടി കേസല്ല, മറിച്ച് ഇത് കള്ളപ്പണ ഇടപാടാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്നത്. കള്ളപ്പണ ഇടപാട് ഈ മാസപ്പടിയുടെ മറവിൽ നടന്നിട്ടുണ്ട്. ആ കള്ളപ്പണ ഇടപാട് കൊച്ചി കേന്ദ്രീകരിച്ചാണ് നടന്നത്. അത് കേവലം 1,72,00,000 രൂപയല്ല, 135 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട്
കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്നുവെന്നും അതിൻ്റെ ഒരു ചെറിയ ശതമാനം തുക മാത്രമാണ് വീണ വിജയന്റെ അക്കൗണ്ടിലൂടെ കൈമാറിയതെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്നത്. ഇത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി പറയുന്നുമുണ്ട്. ഇപ്പോൾ ഇതാ ആ കേസിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മകൾക്കും കടുത്ത പണി കൊടുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അതിനിടയിലാണ് ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തയായിരുന്ന സ്വപ്ന സുരേഷിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത്. സ്പ്രിംഗ്ലർ ഇടപാടിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. സാധാരണക്കാരുടെ, രോഗികളായിട്ടുള്ള ആൾക്കാരുടെ, മനുഷ്യരുടെ കൃത്യമായ ഡേറ്റകളാണ് വിദേശ രാജ്യങ്ങൾക്ക് വിറ്റത്. കോടിക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾക്ക് വിറ്റത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കൃത്യമായ പങ്കുണ്ട്. വീണ വിജയന്റെ ഇടപെടലിലാണ് ഈ സ്പ്രിംഗ്ലർ അഴിമതി നടന്നിട്ടുള്ളത് എന്ന് സ്വപ്ന സുരേഷ് ആരോപിക്കുന്നു. ഇതിൽ നിയമ നടപടി താൻ മുന്നോട്ട് പോകും. കോടതിയിൽ ഈ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് പെറ്റീഷൻ നൽകും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കയ്യിലുള്ള തെളിവുകൾ കൈമാറും. കൂടുതൽ അന്വേഷണം നടത്താൻ അവരോട് ആവശ്യപ്പെടുമെന്നും സ്വപ്ന സുരേഷ് ഇന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ മുഖ്യൻ പിണറായിയുടെയും മകൾ വീണ വിജയൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന കാര്യം ഉറപ്പാണ്. കേരളത്തിൽ വലിയ തിരിച്ചടി BJPക്ക് നേരിട്ടാലും ഇല്ലെങ്കിലും ആ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര ഏജൻസികളുടെ പിടിമുറുക്കം കേരളത്തിലേക്കുണ്ടാകും. കേരളത്തിൽ തന്നെ ആയിരിക്കും കേന്ദ്ര ഏജൻസികൾ ഇനി കുറച്ചു കാലം വട്ടമിട്ട് പറക്കുക എന്നതിൽ ഒരു സംശയവുമില്ല. ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗതിയാകുമോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടാവുകയെന്ന് മാത്രമാണ് ഇനി കാണേണ്ടത്. എന്തായാലും പിണറായിയുടെ മകൾ വീണ വിജയൻ ഏതാണ്ട് EDയുടെ കസ്റ്റഡിയിലേക്കാകുന്നതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. വീണ വിജയനെ ചോദ്യം ചെയ്ത് ശേഷം അറസ്റ്റ് ഉണ്ടാകുമോ, അതോ അറസ്റ്റിനും ചോദ്യം ചെയ്യലിനും ഇടയിൽ കുറച്ച് സാവകാശം ലഭിക്കുമോ എന്നത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. എന്തായാലും കേരളത്തിലെ മുഖ്യനും മകൾക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാത്രമായിരിക്കും ഇനി സമാധാനം ഉണ്ടാവുക. തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾക്ക് നേരെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ സ്പ്രിംഗ്ലർ ഇടപാട് കൂടി സ്വപ്ന സുരേഷ് ഉയർത്തിവിട്ടിരിക്കുന്നത്.